ഹലോ ഹായ് കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തി അച്ചാറാണ്. അപ്പോൾ നമ്മളിവിടെ 2.5 കിലോ മത്തി മേടിച്ചിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു വലിയ ചട്ടിക്കകത്തേക്ക് മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് അതൊന്ന് നന്നായിട്ട് വെട്ടി കഴുകിയെടുക്കാം. വെട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് ചട്ടിക്കകത്തിട്ട് തേച്ച് എടുക്കണം. എന്നാലേ ഈ മത്തിക്ക് ഭയങ്കര ഉളുമ്പാണ്. അപ്പം ഉളുമ്പ് പോകണമെങ്കിൽ നന്നായിട്ട് ഉപ്പും ഒക്കെ ഇട്ട് തേച്ച് നന്നായിട്ട് മൺചട്ടിക്കകത്തിട്ട് തേക്കണം. എന്നാലേ അതിൻ്റെ ചെതുമ്പലൊക്കെ പോവുള്ളൂ. നന്നായിട്ട് തേച്ച് എടുക്കാം. തേച്ചെടുത്തുന്ന ഒരു 3-4 നീര് കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അച്ചാറിടാനായിട്ടായതുകൊണ്ട് ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ 2ആയിട്ട് ഇവിടെ മുറിച്ചിട്ടുള്ളൂ. 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുക്കുകയാണ് ചെയ്ത്. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം നമുക്കത്. അതിന് ശേഷം അത് മുറിച്ചെടുക്കാം. കുഞ്ഞു മത്തിയായിട്ട് 2ആയിട്ടേ മുറിച്ചിട്ടുള്ളൂ ഞാൻ. മുറിച്ചെടുത്തതിന് ശേഷം നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് തിരുമ്മി നന്നായിട്ട് അതിൽ മീനിലേക്ക് പിടിക്കാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. അതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടിക്കകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മത്തി ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിനി മീനിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ വറുത്ത മീൻ നമ്മൾ കോരി മാറ്റി വെച്ചതിന് ശേഷം കുറേശ്ശെ ഇട്ടാണ് വറുക്കുന്നത്. നമ്മൾ ചെറിയ ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ ആദ്യം വറുത്ത മത്തി നമ്മൾ കോരി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കണം. ഇവിടെ ഒരാൾ മീനച്ചാർ ഉണ്ടാക്കുന്നത് നോക്കി കാവലിരിക്കുന്നുണ്ട്. എന്നാണേലും മാറിയായിരിക്കുന്നത് പുള്ളി. അച്ചാറുണ്ടാക്കുന്നതിൻ്റെ അടുത്തൊന്നും വരുന്നില്ല. പുള്ളി മാറിയിരുന്ന് എല്ലാം കാണുമോ ഞങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന്. പൂച്ചക്കുഞ്ഞാണ് ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞ്, ഞങ്ങളുടെ സൂസി. പുള്ളി ഇരുന്ന് മടുത്തിട്ട് പിന്നെ കിടന്ന് നോക്കുക. കുറേ നേരം കഴിഞ്ഞ് വീഡിയോ പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഇറങ്ങി ഓടി പുള്ളി. 3-ാമത്തെ ട്രിപ്പ് നമ്മൾ മീൻ വറുത്തെടുക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് അത് വറുക്കാൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാം. പിന്നെ മീൻ മുരിഞ്ഞ് വരുമ്പോഴത്തേന് മത്തി അച്ചാറിന് വേണ്ടത് നമുക്ക് മത്തി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉലുവ പൊടിച്ചത്, കായം, പിന്നെ കറിവേപ്പില, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, വിനാഗർ ആയോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടി ഇട്ട് കൊടുക്കും. ശകലം ഉലുവ, അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നമുക്ക് ഇഞ്ചി, വെക്കണ്ടേ? അതെൻ്റെ രൂപയല്ലേ. 10 രൂപ.
മുളക് പൊടി നമ്മളിങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കൂട്ടായിട്ടുള്ള ഉലുവായും കായും. ഉലുവ ഇനി കായം ചേർത്ത് കൊടുക്കുകയാണ്. കായ ഇച്ചിരി ഏറെ ഇരുന്നാലും കുഴപ്പമില്ല. ഉലുവായും ഇനി നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്തില്ലല്ലോ അല്ലേ. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ്. വിനാഗിരി അച്ചാർ നമ്മൾ മത്തി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനച്ചാർ സൂപ്പർ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. താങ്ക് യു.